ഡിയോസ്, അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളിയായിട്ടാണ് അവിടെ ചെയ്യുന്ന കളർ പേപ്പേഴ്സ് ഉപയോഗിച്ച് അതിനായിട്ട് ഇതുപോലെ കളർ പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു 9 സെൻറ്റിമീറ്റർ റേഡിയസ് കാർഡ്ബോർഡിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കളർ പേപ്പേഴ്സ് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു 10 ഷെയ്ഡ്സാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ടെംപ്ലേറ്റ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു 13.5 സെൻറ്റിമീറ്റർ ഹൈറ്റും ഒരു 3.5 സെൻറ്റിമീറ്റർ വിത്തുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ടെംപ്ലേറ്റ് കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ നമ്മൾ ഒരു A4 സൈസ് പേപ്പർ കളർ എടുത്തിട്ട് നമുക്കിത് ഇതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് ഒരു 4 സെൻറ്റിമീറ്റർ വിത്ത് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്കൊരു 50-60 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഏകദേശം കിട്ടും. നമുക്ക് അത് വേണ്ട, ബാക്കി എക്സസൈസ് നിൽക്കുന്ന നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ വിത്ത് ഞാൻ 4 സെൻറ്റിമീറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്കിത് ഒരു A4 സൈസ് പേപ്പറിൽ നിന്ന് നമുക്കൊരു 10 പീസ് കിട്ടും. അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാം കട്ട് ചെയ്ത ശേഷം ഇതുപോലെ ഒന്ന് ഒന്നിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഒരേ ലെവലിൽ ഒന്ന് വെച്ച ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടെംപ്ലേറ്റ് ഇതുപോലെ ഒന്ന് അതിൻ്റെ മുകളിലൂടെ വെച്ച ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിത്ത് 4 സെൻറ്റിമീറ്റർ എടുത്ത് എന്തിനാണെന്ന് വെച്ചാൽ ഇതുപോലെ കട്ട് ചെയ്യുമ്പം 2 സൈഡും കൂടെ ഒരു 1/2 സെൻറ്റിമീറ്റർ അങ്ങനെ ഷേപ്പിൽ കട്ട് ചെയ്യുമ്പോൾ പോവും. അപ്പോൾ നമുക്ക് 3.5 സെൻറ്റിമീറ്റർ ഇട്ട് പിന്നെ എക്സസൈസിൽ നിൽക്കുന്ന ആ ഒരു ഹൈറ്റും കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നത്. നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 15 സെൻറ്റിമീറ്റർ കിട്ടും. നമുക്ക് അത്രയും വേണ്ട, ഒരു 13.5 സെൻറ്റിമീറ്റർ 13 സെൻറ്റിമീറ്റർ ഒക്കെ മതിയാവും. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പെറ്റൽസും എടുത്ത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരു A4 സൈസിൽ ഒരു 10 പീസാണ് കിട്ടുന്നത് കട്ട് ചെയ്യുമ്പം. അതുപോലെ 2 A4 സൈസ് പേപ്പർ എടുത്തിട്ട് കട്ട് ചെയ്യണം. നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാൻ ഓരോ കളേഴ്സും ഒരു 20 പീസ് വേണ്ടി വരും. അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം. അപ്പോൾ പല നിറത്തിൽ ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് എല്ലാം ഫോൾഡ് ചെയ്തൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യെല്ലോ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു 2 ലൈറ്റർ ഷെയ്ഡ്സ് എടുത്തിട്ടുണ്ട്. ആ രീതിയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങളതിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് അത് ചെയ്യാവുന്നതാണ് കേട്ടോ. അതിന് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഗ്ലൂ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടും സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഓരോ കളേഴ്സും 3 വെച്ച് ഇതുപോലെ അടുപ്പിച്ചൊന്ന് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ 2 ആയിരിക്കും. ഞാനിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വന്നപ്പോൾ സ്പേസ് എക്സസൈസ് വന്നുകൊണ്ട് തന്നെ ഞാൻ 3 വെച്ച് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അത് വീഡിയോയിൽ റെക്കോർഡ് ആയില്ല കേട്ടോ 3. അപ്പോൾ സ്റ്റിക്ക് ചെയ്യുന്നത് ഓരോ കളേഴ്സിൻ്റെ ലൈറ്റർ ആ ഒരു രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഓറഞ്ച്, യെല്ലോ അങ്ങനെ അതിൻ്റെ ലൈറ്റർ ഷെയ്ഡ്, പിന്നെ ഗ്രീന് അതിൻ്റെ ലൈറ്റർ ഷെയ്ഡ്, പിന്നെ ഒരു പിങ്ക്, മജന്ത ആ ഒരു കോമ്പിനേഷനിൽ വരുന്ന ഷെയ്ഡ്സ് ആ ഒരു രീതിയിലാണ് സ്റ്റിക്ക് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോ കളേഴ്സ് 3 വെച്ച് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് സെക്കൻഡ് റൗണ്ടാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നത്. അത് നമ്മൾ ആദ്യത്തെ റൗണ്ടിൽ 2 പെറ്റൽസിൻ്റെ മിഡിലായിട്ടാണ് സെക്കൻഡ് റൗണ്ടിൽ ഒരു പെറ്റൽസ് വരുന്നത്. ആ ഒരു പൊസിഷനിൽ വെച്ചിട്ട് എല്ലാം ചേർത്ത് തന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. ഈ സെക്കൻഡ് റൗണ്ടിലും എല്ലാ പെറ്റൽസും 3 വെച്ചിട്ട് തന്നെയാണ് സ്റ്റിക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് 3 പെറ്റൽസ്, ഓരോ കളേഴ്സിൻ്റെ 3 പെറ്റൽസ് വീതം. അപ്പോൾ ഇതുപോലെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു 6 റൗണ്ട് ഈ ഒരു രീതിയിൽ 3 പെറ്റൽസ് ഓരോ കളേഴ്സ് വെച്ച് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് 6 റൗണ്ട് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 6 ലെയേഴ്സ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം അത് വേണമെങ്കിൽ ഒരു 4 5 ആയിട്ടായാലും മതി കേട്ടോ. ഇനി ലാസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 7ാമത്തെ ലെയർ എന്ന് പറയുന്നത് ഓരോ കളേഴ്സും 2 പെറ്റൽസ് വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. അത് 3 അല്ല 2 പെറ്റൽസ് ലാസ്റ്റ് ഫൈനൽ റൗണ്ടിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഭംഗി തോന്നിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ ഫൈനൽ ലുക്ക് പൊളിയാണ് കേട്ടോ. വോളിലൊക്കെ ഹാങ് ചെയ്യാൻ നല്ല രസമാണ്. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് കംപ്ലീറ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാമേ. അപ്പോൾ ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മിഡിലായിട്ട് വെക്കാനായിട്ട് ഇതുപോലെ ഒരു ചാർട്ട് പേപ്പറാണ് എടുത്തിരിക്കുന്നത്, ബ്ലാക്ക് കളർ. അത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് തിൻ സ്ട്രൈപ്സ് ആയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ കട്ട് ചെയ്യുന്നത് പോലെ അത് ചാർട്ട് പേപ്പർ തന്നെ വേണമെന്നില്ല, കളർ പേപ്പർ ആയാലും മതി, ബ്രൗണോ ബ്ലാക്കോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോമ്പിനേഷനായിട്ട് സൂട്ടാവുന്ന ഏത് കളേഴ്സും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. തിൻ സ്ട്രൈപ്സ് ആയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് ഞാൻ ചാർട്ട് പേപ്പറാണ് പെട്ടെന്ന് സ്റ്റിക്ക് ആവാനായിട്ട് ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എത്ര തിക്നെസ്സിൽ വേണമെന്ന് വെച്ചാൽ മിഡിൽ എത്ര സ്പേസ് ഉണ്ടോ ആ ഒരു സ്പേസ് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇതൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പം നിങ്ങൾ കളർ പേപ്പറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സാധാ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഈ റോൾ ചെയ്ത് സ്റ്റിക്ക് ചെയ്താൽ മതി. ഗ്ലൂ ഗണ്ണൊന്നും വേണ്ട കേട്ടോ, അത് പെട്ടെന്ന് സ്റ്റിക്കാവും. ചാർട്ട് പേപ്പർ ആയതുകൊണ്ട് ഇത്തിരി സ്റ്റിക്കാവാൻ പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഞാനൊന്ന് ചുറ്റി എടുത്തിട്ടുണ്ട്. നമുക്ക് മിഡിലോട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.